നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ക്ഷേത്രങ്ങളുമായും ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയൊക്കെ പങ്കുവയ്ക്കുന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒരു മണ്ഡലകാലം കൂടി ആഗതമായിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണാനായിട്ട് ശബരിമലയിലേക്ക് ഒരു ഗംഗാപ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ശബരിമല ക്ഷേത്രത്തിൽ തീർത്ഥാടനം വളരെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശബരിമലയ്ക്ക് പോകുന്ന രീതികൾ, ശബരിമലയിലെ ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളുടെ വേഷം കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രം ധരിക്കണം, മുദ്രമാല ധരിക്കണം, വ്രതമനുഷ്ഠിക്കണം, അതുപോലെ തന്നെ നെയ്ത്തേങ്ങ, ഇങ്ങനെ സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വ്രതമാണ്. പഴയ കാലത്ത് അല്ലെങ്കിൽ ശരിക്കും 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ശബരിമലയ്ക്ക് പോകേണ്ടത്. ഇന്ന് കാലം മാറിയതിനനുസരിച്ചിട്ട് ആ വ്രതത്തിൻ്റെ കാലയളവിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നാലും വ്രതം ശബരിമല തീർത്ഥാടനത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിലെ നമ്മളുടെ നാട്ടിലുള്ള സ്വാമിമാർ, മാലയിട്ടവർ ആ വ്രതാനുഷ്ഠാനം ശരിയായ രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ടോ, പലരും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. കാരണം വ്രതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഒരുപാട് ആൾക്കാരിൽ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. വ്രതം എന്ന് പറഞ്ഞാൽ കറുപ്പ് അല്ലെങ്കിൽ നീല മുണ്ടെടുക്കുക, അതിനനുസരിച്ചുള്ള ഷർട്ട്, ഇനി മുണ്ട് മാത്രം, ഷർട്ടിൻ്റെ കാര്യത്തിലത്ര നിർബന്ധമില്ല, കറുപ്പോ അല്ലെങ്കിൽ നീലയോ വസ്ത്രം ധരിക്കുക, കഴുത്തിൽ മുദ്രമാല ധരിക്കുക, മുടി വെട്ടാതിരിക്കുക, താടി ഷേവ് ചെയ്യാതിരിക്കുക, രാവിലെ വൈകുന്നേരം കുളിക്കുക, വെജിറ്റേറിയൻ മാത്രം കഴിക്കുക, ഇത്രയേ ഉള്ളൂ എന്നാണ് ഒരുപാട് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. വേഷം കറുപ്പായിരിക്കണം, മാല ധരിക്കണം, ഷേവിങ്, മുടിവെട്ടലൊന്നും പാടില്ല, ഭസ്മം ചന്ദനമൊക്കെ കുറിയിടണം, അതുപോലെ തന്നെ കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, നോൺ വെജ് ഒഴിവാക്കണം, ബാക്കി കാര്യങ്ങളിലൊന്നും ഒരു നിഷ്ഠയില്ല. ഇത് പറയാൻ കാരണം, വ്രതം എന്ന് പറഞ്ഞാൽ വ്രതം എന്ന് പറഞ്ഞാൽ വെറുതെ ഈ വേഷവിധാനം മാത്രമല്ല. വ്രതം എന്നുള്ള വാക്കിന് അർത്ഥം, അല്ലെങ്കിൽ വ്രതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആസക്തിയുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഈശ്വരനോട് കൂടുതൽ അടുത്ത് നിൽക്കുക. ഉപവാസം എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ അതാണ്. ഈശ്വരനോട് കൂടുതൽ അടുത്ത് താമസിക്കുക, ഈശ്വരനോട് കൂടുതൽ അടുത്ത് നിൽക്കുക, അയ്യപ്പനോട് കൂടുതൽ അടുത്ത് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും നമുക്ക് ഇഷ്ടമുണ്ടാക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ഒഴിവാക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർഫുള്ളായ വസ്ത്രം ധരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഷേവിങ്, മുടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമുക്കിഷ്ടമുള്ളതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും പോകാൻ പാടില്ല. മരണ വീട്ടിലേക്ക് പോകരുത്. കുറേ നിബന്ധനകളുണ്ട് ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ. അതായത് നമുക്ക് എന്തൊക്കെയാണോ ശാരീരികമായും, അതുപോലെ തന്നെ നമ്മുടെ വിവാഹിതരാണെങ്കിൽ ഭാര്യമാരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം, വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാനസികമായും ശാരീരികമായും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വ്രതം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാണുന്നത് ഒരുപാട് ആൾക്കാരിൽ. ഈ വേഷവിധാനത്തിലും ഭക്ഷണത്തിലും മാത്രമേ ശ്രദ്ധിക്കുന്നത് കാണുന്നുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൊബൈൽ ഫോൺ. ഇന്ന് ആധുനിക കാലത്ത് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത്യാവശ്യ കാര്യത്തിന് വിളിക്കാം, അത് ശരി, ആവശ്യം നമുക്ക് ഉപയോഗിക്കാതെ പറ്റില്ല മൊബൈൽ. പക്ഷേ മാലയിട്ട് സ്വാമിമാരെ ഫുൾ ടൈം എത്രയോ ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാരും തന്നെ പറയാം, മൊബൈലിൽ മുഴുകി ഇരിക്കുകയാണ്. സാധാരണ സമയങ്ങളിൽ എങ്ങനെയാണോ നമ്മൾ മൊബൈലിൽ മുഴുകിയിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് മാലയിട്ടാലും. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന യൂട്യൂബ് വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ് മുതലായതിൽ മുഴുകിയിരിക്കുക, വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക, ഫോട്ടോ ഇടുക. അതായത് മാനസികമായിട്ടുള്ളൊരു നിയന്ത്രണം അവിടെ വരുന്നില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണിത്, അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് വ്രതം എന്ന് പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ, ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ, ഞാൻ പോയപ്പോൾ ഒരു 3 സ്വാമിമാർ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്ത് എൻ്റെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ അവർ നീട്ടു പോയിട്ടില്ല, അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ല. കാരണം ഫോൺ നോക്കിയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നത്. ഫോൺ നോക്കലാണ് കാര്യമായിട്ട് നടക്കുന്നത്, ഭക്ഷണം കഴിക്കൽ നടക്കണില്ല. അപ്പോൾ ഇതിനെ ഒരു വ്രതം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഫോണിൻ്റെ, അതുപോലെ തന്നെ ശബരിമലയ്ക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ സമയത്തും വീട്ടുകാരായിട്ട് തുടർച്ചയായിട്ട് ഫോൺ വിളിക്കുന്നു, വീഡിയോ കോൾ കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ വീട്ടുകാർക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും, ശരിയാണ്. അന്നത്തെ കാലത്ത് അതിനൊക്കെ നമ്മൾ ഒരു ഫോൺ വിളിക്കുക, ഇന്ന സ്ഥലത്ത് എത്തി എന്നൊക്കെ പറയാമെന്നല്ലാതെ ഫുൾ ടൈം ഈ ഒരു കണക്ഷൻ, അതായത് ആ ഒരു ബന്ധം വിടുന്നില്ല.
കണക്ഷൻ വിടുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോഴേ അതൊരു വ്രതം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പലരും കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഒന്നാണ്, എൻ്റെ അമ്പലത്തിലെ വൃശ്ചിക 1-ാം തീയതി ഒരു 2 ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്. രണ്ടുപേരും മാലയിട്ടുണ്ട്, തൊഴാൻ വന്നു. അവർ ഭാര്യമാരെ കൂട്ടിയിട്ടാണ് വന്നത്. ഭാര്യമാർ പിന്നിലിരിക്കുന്നുണ്ട്, അവരെങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുക എന്നുള്ളത് ഒരു മോശമുള്ള കാര്യമല്ല. ഭാര്യ ഭർത്താവിനെ ബൈക്കിൽ പോകുമ്പോൾ കെട്ടിപ്പിടിക്കണം, വേണ്ട തന്നെയാണ്. പക്ഷേ ശബരിമലയ്ക്ക് മാലയിടുമ്പോൾ അങ്ങനെയാണോ വേണ്ടത് ആലോചിക്കണം. അവർ വന്നു, തൊഴുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനം കുറിയിടുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കണു. ആലിൻ്റെ ചോട്ടുന്ന ഗോപുരത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണു, സെൽഫി എടുക്കണു. ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണ്. ഒരാൾ മാല ഇട്ടിരിക്കുകയാണ്, 2 പേരും. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ? ഭാര്യമാരോട് നമുക്ക് താല്പര്യം ഇഷ്ടം, അവർക്ക് ശബരിമലയിലേക്ക് വരാൻ പറ്റില്ല. പക്ഷേ അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളോട് നമുക്കൊരു ഡിസ്റ്റൻസ് ഉള്ളപ്പോഴേ അതിന് വ്രതം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ മാല ഊരി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും ആവാലോ. അതുപോലെ തന്നെയാണ് ടൂറ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് വരിക്കാശ്ശേരി മന, വളരെ ഫേമസായ സ്ഥലം, അതിനടുത്താണ്. എത്രയോ ആൾക്കാർ അവിടെ ടൂറിന് വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. എത്രയോ അയ്യപ്പന്മാർ മാലയിട്ട് ഈ വേഷത്തോട് കൂടിയിട്ട് അവർ ടൂറിന് വരികയാണ്. വലിയൊരു ടീമായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ടൂറായിട്ട് വരികയാണ്. അവിടെ നിന്ന് 4 പുറം നടക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതുപോലെ തന്നെ കടയിൽ വരുന്നു, ലേസ് അല്ലെങ്കിൽ കുറുകുറു മുതലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നു. അതായത് ഭക്ഷണത്തിനൊരു നിയന്ത്രണമില്ല, വേഷത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കണ്ടതാണ്, ഒരു പെട്ടെന്നൊരു മിന്നൽ ഹർത്താൽ വന്നു ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ കുറേ ആൾക്കാർ ബസ്സുകൾ തടയുക. ആ തടയിൽ നിന്നൊരു അയ്യപ്പനുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാലയിട്ടൊരു അയ്യപ്പൻ ഡ്രൈവറോട് പറയുകയാണ്, എനിക്ക് അറിയില്ലടാ അന്ന് ഹർത്താലാന്ന്, എന്താ ഓടിക്കണത്. അതിൽ ചൂടായി. ഈ സ്വാമി പറയുകയാണ്, എൻ്റെ കഴുത്തിൽ മാല ഉണ്ടായതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയണില്ല എന്നാണ്. അതായത് മാലയുണ്ടായതുകൊണ്ട് ഞാനൊന്നും പറയണില്ല, പറയാനുള്ളത് മനസ്സിലുണ്ട്. അതായത് നിയന്ത്രണം അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അപ്പോഴേ അതിനൊരു വ്രതം എന്ന് പറയാൻ പറ്റുള്ളൂ. വെറും ശാരീരികമായ നമ്മൾ വേഷത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കലല്ല വ്രതം. നമ്മളുടെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ സ്ത്രീകളോട് പെരുമാറേണ്ട മോശമല്ല, പക്ഷേ ഒരു അകലം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭാര്യയോടൊക്കെ ഉള്ള ഒരു ഡിസ്റ്റൻസ്. കാരണം അവർക്കും ഇതറിയാം, ഈ കാര്യങ്ങൾ അറിയാം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആധുനിക കാലമാണ്. അതുപോലെ തന്നെ നമ്മൾ വിനോദയാത്രകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മാലയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ആധുനിക കാലമാണ് എന്ന് വിചാരിച്ചിട്ട് ആധുനിക കാലത്തിലുള്ള എല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഫോൺ ഉപയോഗം പൂർണ്ണമായിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ ജോലിയുള്ള ആൾക്കാർക്ക് പലർക്കും ഫോണില്ലാതെ ചിലപ്പോൾ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് മെസ്സേജുകളും മെയിലുകളൊക്കെ നോക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ വേണം, അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വിനോദത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് മുതലായ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം, അപ്പോഴേ ഇതിനൊരു വ്രതം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ അയ്യപ്പന്മാർ ശ്രദ്ധിക്കണം. നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളും ആചാര ലംഘനത്തിനെ പറ്റിയിട്ടൊക്കെ ധാരാളമായിട്ട് ഘോരഘോരം ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതും ഒരു ആചാര ലംഘനമല്ലേ? ശബരിമലയിലെ ഇതും ഒരു ആചാര ലംഘനമല്ലേ എന്നും കൂടി ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ശബരിമല വ്രതം എന്നത് തീർച്ചയായിട്ടും ശാരീരികമായും മാനസികമായിട്ടും, ശരീരത്തിനേക്കാൾ കൂടുതൽ മാനസികമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തി ചെയ്യേണ്ട ഒന്നാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ മാത്രമേ ആ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമാവുള്ളൂ. ശബരിമല തീർത്ഥാടനം ഒരുപാട് തത്വങ്ങൾ അടങ്ങിയതാണ്, ഒരുപാട് ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എല്ലാറ്റിനെയും ഒന്നായി കാണുന്ന ഒരു സ്ഥലം ലോകത്തിലില്ല. മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അയ്യപ്പന്മാരാണ്. അപ്പോൾ ഒരുപാട് തത്വങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന വലിയൊരു കൺസെപ്റ്റാണ് ശബരിമല തീർത്ഥാടനത്തിലുള്ളത്. ആ ഒരു തീർത്ഥാടനത്തിൻ്റെ ശരിയായ ലക്ഷ്യം പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി, അതായത് ആധുനിക കാലത്ത് നമുക്ക് സുഖം തരുന്ന, സന്തോഷം തരുന്ന, ആഹ്ലാദം തരുന്ന, ആസക്തി ഉളവാക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കൂടി നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാലേ ഈ ശബരിമല വ്രതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇത് കുറച്ച് കാലമായിട്ട് ഞാനൊരു ക്ഷേത്രത്തിൽ മേൽശാന്തി ആയതുകൊണ്ട് ധാരാളമായിട്ട്, അതുപോലെ തന്നെ ശരണം വിളികളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ ധാരാളമായിട്ട് കുളിക്കാൻ പോകുന്ന സമയത്തും ക്ഷേത്രത്തിൽ വരുന്ന സമയത്തൊക്കെ ധാരാളം ശരണം വിളിച്ചിരുന്നു സ്വാമിമാർ. ഇന്ന് ശരണം വിളികൾ വളരെ കുറവാണ്. വരും, തൊഴും, പോവും, പ്രസാദം വാങ്ങാനും കൂടി പലർക്കും സമയമില്ല. അത് കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുക, ഫോൺ നോക്കലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതൊന്ന് ഒരഭിപ്രായ രൂപത്തിൽ പറയണമെന്ന് തോന്നിക്കൊണ്ട് പറഞ്ഞതാണ്. ഇതാരെയും ആക്ഷേപിക്കാനോ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്വാമിമാരും ഇങ്ങനെയാണെന്നും അർത്ഥമില്ല. പക്ഷേ ഒരുപാട് സ്വാമിമാർ, ഒരുപാട് മാലയിട്ട ആൾക്കാരിൽ ഇങ്ങനെ ഒരു മനോഭാവം കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത തലമുറയും ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി നിയന്ത്രിച്ച് ഈ ശബരിമല തീർത്ഥാടനം
ആ അയ്യപ്പ ദർശനം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാമി ശരണം.